നാരദ യുധിഷ്ഠിര സംവാദം. രാജസൂയാന്തരകാലേ ശിശുപാല രാജസായുജ്യമൻപോടു കണ്ടാദരാൽ നാരദനോടു ചോദിച്ചിതു ധർമ്മജൻ. നാരായണ വിഷയം പ്രതി സന്തതം ദ്വേഷിയായുള്ള ചേതീശനെന്തിങ്ങനെ ദോഷമൊഴിഞ്ഞു ഗതി ലഭിച്ചിടുവാൻ കാരണമായതിനു ഉത്തരം അന്നുടൻ നാരദൻ ധർമ്മജനോടരുളി ചെയ്തു. സർവാശ്രയസ്വതോ ഭൂതനാമീശ്വരൻ സർവഗുണങ്ങളാൽ ഇങ്ങനെ സന്തതം സർവലോകങ്ങളെ താൻ വഹിക്കുന്നതും സർവഭേദങ്ങളാം രാഗദ്വേഷാദിയാം സർവകർമ്മങ്ങളും സംസാരബന്ധവും സർവവും മായാമയം എന്നറികടോ. സർവാത്മകനുടെ മായയ്ക്കരുതാതെ സർവലോകങ്ങളിലൊരു വസ്തുവും സർവം അധീനമത്രേ മഹാമായയാ. സർവാശ്രയൻ ഭഗവാനെന്നറിക നീ സർവകാലാത്മാവിനെ സർവബോധാഗ്ര സർവബോധങ്ങളാലും പരിസേവിക്കാം. സേവാപ്രകാരങ്ങളുണ്ടനേകം വിധം സേവയ്ക്കു ഭക്തി ആധാരമാകുന്നതും ധ്യാനനിരതയാകുന്നതു ഭക്തിതാൻ. ധ്യാനം പലവിധമുണ്ടു ചൊല്ലിടുവൻ ഗോപീജനങ്ങൾ കാമിച്ചുകൊണ്ട്. അന്വഹം ഗോപികാകാന്തനിൽ ഭീതനായി കംസനും ദ്വേഷം മുഴുത്തു. ശിശുപാലനാദിയാം ദ്വേഷികളാകിന ഭൂപതി വീരരും യാദവന്മാർ ഉപയോഗി യോഗേന സമോദേന ബന്ധുവാത്സല്യയോഗാൽ നിങ്ങൾ ഭക്തി കൊണ്ടിങ്ങനെ ഞങ്ങളുമൊക്കവേ ഭക്തപ്രിയ ധ്യാനമുണ്ട് ചെയ്തിടുന്നു. നിത്യമിതിലൊരു മാർഗേണ സന്തതം ഉത്തമ പുരുഷ ധ്യാനമുറയ്ക്കുമ്പോൾ കർമ്മബന്ധങ്ങളറ്റിടും ബലാൽ അതു ചിന്മയൻ തൻ മഹാമായാവശാലടോ എന്നതിലേ ശിശുപാലനാം ദുഷ്ടനും മന്നവൻ ദന്തവക്രാഖ്യനും കേവലം പണ്ടേ ഭഗവാൻ തൻ പാർഷദന്മാരവർ കൊണ്ടൽ വർണ്ണപ്രിയന്മാരായിരുന്നവർ വിപ്രശാപത്താൽ പതച്യുതരായിതെന്നുൾപൂവിലൻപോടറിക മഹാമതേ. യുദ്ധം മുനീന്ദ്രോക്തി കേട്ടു ധർമാത്മജൻ തത്ര വന്ദിച്ചു ചോദിച്ചിതു സാദരം. മുന്നം ജഗന്മയനായ നാരായണൻ തന്നെ പാർഷദന്മാരായിരിപ്പവർ തമ്മെ ശപിച്ചത് ആര് എന്തിനെന്നുള്ളതും ചെമ്മെ സകലം അരുൾ ചെയ്യുക വേണമേ. സന്ദേഹമെല്ലാം ഒഴിയുമാർ എന്നു കേട്ടന്നേരമുറ്റരുൾ ചെയ്തു മുനീന്ദ്രനും. ലോകപ്രസിദ്ധന്മാരായ സനകാദി ലോകോപകാരികളായ മുനിജനം ലോകങ്ങളിൽ പെരുമാറുന്നവർ മുതിർന്നു ഏകദാ വൈകുണ്ഠ ലോകമകമ്പുക്കാർ തൽപുര ഗോപുരദ്വാരി നിൽക്കുന്നവർ അപ്പോൾ ജയ വിജയന്മാർ ഇരുവരും മുൽപ്പുക്കു ചെമ്മേ തടുത്താർ. കടപ്പതിന് ഇപ്പോൾ അവസരമല്ല എന്ന് അവരുടെ നിർബന്ധമാഹന്ത കണ്ട് അതിൻ മൂലമങ്ങുൾപ്പൂവിളാമാർ അറിഞ്ഞവർ അന്തരാവിധൃതമങ്ങു കടപ്പതിന് ആഗ്രഹം അത്ര നീങ്ങിടുവിനെന്നരുൾ ചെയ്തുടൻ ദിക്കിക്കടന്നളവ് അച്യുതാജ്ഞാവശാലൊക്കെ തുടർന്നിടപ്പെട്ടതു കാരണം ദുർജനാഗ്രേസരന്മാരായ നിങ്ങൾ പോയി നിർജ്ജരദേശികളാകുന്നനുക്ഷണം കോപേന ശാപവും ചെയ്തെഴുന്നള്ളിനാർ താപസന്മാർ അതുകാലം. അഭീഷ്ടതൻ താൻ അറിഞ്ഞ് അങ്ങവർ തൻ മനോവേഗം അത്യാനന്ദമോടുമനുസരിച്ചിടുവാൻ സാധുജനങ്ങളെയും
പുനരെന്നെയും ആധി വളർത്തു വിരോധിച്ചു. ഇനിയൊരു 3 ജന്മം ഞാൻ വിധിച്ച് ഹരേ 3 ജന്മം ഞാൻ വധിച്ചൊടുക്കത്തിങ്ങു ചേർന്നു കൊള്ളുന്നത് അനുഗ്രഹിച്ചിടിനാൻ. ശക്തിയേറും ദ്വേഷഭക്തിക്കിതി സ്മരിച്ചുൾക്കാമ്പുറച്ചോദിതിചരായാരുടൻ മുഷ്കരന്മാരാം ഹിരണ്യാക്ഷനും മുഹുരു ഉഗ്രൻ ഹിരണ്യകശിപുവും ഇങ്ങനെ ചൊൽക്കൊണ്ടവർ ധർമ്മനീതി മറന്നുകൊണ്ട് ഒക്കെ ഉപദ്രവിച്ചാരാജകത്രയം. അന്ന് അവരോട് തീർപ്പാനൊരു ഭൂതരും മന്നിടത്തിങ്കലില്ലെന്നായി ചമഞ്ഞ നാൾ പൊങ്ങും മതേന ധരിത്രിയെ താനെടുത്തങ്ങു പാതാളത്തിലാമാറൊളിച്ചവൻ തന്നെ. ഹിരണ്യാക്ഷനെ സകലേശ്വരൻ പന്നിയായി കൊന്നോരനന്തരം തന്നുടെ നന്ദനൻ നാരായണ പ്രിയനാകയാൽ ഖിന്നത പൂണ്ടു ഹിരണ്യകശിപുതാൻ അന്യൂനവേഗാൽ ഉപദ്രവിച്ചാൻ തുലോ. നിർമാരും നിർമര്യാദകളെ സഹിയായികയാൽ അംബുജലോചനൻ പിന്നെ നൃസിംഹമായി നിർഹ്രാദമോടുമെതിർത്ത് അവനെ കൊന്നു. പ്രഹ്ലാദനെയും പരിപാലനം ചെയ്താൻ. അങ്ങനെയുള്ളു ഹിരണ്യകശിപുമിങ്ങുടനെ ഹിരണ്യാക്ഷനുമെന്നിവർ രാവണനും കുംഭകർണനും പ്രതിഭാവികളായി ചമഞ്ഞീടിനാർ കേവലം. ദാശരഥിരാമനായെന്നും അച്യുതനാശരാധീശനെ നിഗ്രഹിച്ചിടിനാൻ. ഇപ്പോൾ ശിശുപാലനും ദന്തവക്രനും ഇപ്രധീശന്മാരായതവരല്ലോ. തൽപ്രഭാവേന വൈരാനുബദ്ധാത്മനാചിൽ പുരുഷസ്മൃതി കൊണ്ടു സായുജ്യവും ലബ്ധ്വാ സുഖിച്ചാരവരെന്ന് കേട്ടുടൻ ഉൽപ്പന്ന കൗതൂഹലാത്മനാധർമ്മജൻ പത്മോദ്ഭവാത്മജനെ തൊഴുതു ആദരാൽ ഉൾത്തൂർന്ന ഭക്ത്യാഭി ചോദിച്ചിതക്ഷണം. പ്രഹ്ലാദനു ഭഗവൽ ഭക്തി സന്തതം ആഹ്ലാദമായി വളർന്നുണ്ടായി ചമഞ്ഞതും പ്രഹ്ലാദദാതൻ അതിങ്കൽ വിദ്വേഷങ്ങൾ സഹ്യമല്ലാതെ കണ്ട് ഏറെ വളർന്നതും സർവം സവിസ്തരമായി അരുൾ ചെയ്തമേ. സർവ സന്ദേഹമൊഴിയുമാർ എന്നെല്ലാം കേട്ടു കൗതൂഹലം പൂണ്ടു വീണാധരൻ കേട്ടാലുമെങ്കിലെന്ന് അപ്പോ